സൺ ഡയറക്ട് ടെക്കിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിന് മുന്നേ 2-3 വീഡിയോ ഇട്ടിരുന്നത്, അതായത് സ്പെഷ്യൽ ഓഫറിനെ കുറിച്ച്. അപ്പോൾ ആ സ്പെഷ്യൽ ഓഫർ ഇപ്പോഴും നിലവിലുണ്ടോ എന്ന് ചോദിച്ച് പല കസ്റ്റമേഴ്സും മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ആ ഓഫർ ഇപ്പോൾ നിലവിലുണ്ടോ, റീചാർജ് ചെയ്തിട്ട് ക്യാഷ് പോകുമോ എന്നുള്ള ഡൗട്ട് കൊണ്ടായിരിക്കാം പല ആളുകളും ഓഫർ ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴും നിലവിലുണ്ടോ എന്ന്. അപ്പോൾ ഇപ്പോഴും ആ ഓഫർ നിലവിലുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഞാൻ ആ ഓഫറും കാര്യങ്ങളും ഒന്ന് പറഞ്ഞു തരാം. ഇപ്പം അതായത് 0 ഡേയ്സ് കട്ടായവർക്ക് 3 മാസത്തേക്ക് 277 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ 6 മാസത്തേക്ക് 527 രൂപയാണ് വരുന്നത്. അതായത് ഇപ്പം കട്ടായിട്ട് ഒരു 10 മിനിറ്റോ ശേഷം റീചാർജ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനാണ് ഈ ഓഫർ ലഭ്യമാവുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം കട്ടായ കസ്റ്റമേഴ്സിനും ഈ ഓഫർ ലഭ്യമാണ്. പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട്, അതായത് സൺ ഡയറക്റ്റിൻ്റെ അക്കൗണ്ട് കട്ടായി കിടന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഓഫർ ലഭ്യമാകുകയുള്ളൂ. അതായത് ഇതിൽ മലയാളത്തിൻ്റെ ചാനലാണ് വരുന്നത്. മലയാളത്തിൽ 5 ചാനൽ ഒഴിച്ച് ബാക്കി എല്ലാ ചാനലുകളും ഇതിൽ ലഭ്യമാകുന്നുണ്ട്. മലയാളം മാത്രം കാണുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് റീചാർജ് ചെയ്യാവുന്ന ഏറ്റവും നല്ല മികച്ചൊരു ഓഫർ തന്നെയെന്ന് പറയാം സൺ ഡയറക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് കട്ടായ കസ്റ്റമേഴ്സിന് മാത്രമാണ് ഈ ഓഫർ ലഭ്യമാക്കുക. കട്ടായിട്ട് ഒരു ദിവസമോ ഇന്നലെ കട്ടായിട്ട് ഇന്ന് റീചാർജ് ചെയ്യാൻ പോകുന്നവർക്ക് മുതൽ ഉള്ള സൺ ഡയറക്റ്റിൻ്റെ സ്പെഷ്യൽ ഓഫറാണ് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ അതായത് ഇത് ബേസിക്കായിട്ടൊരു വേറെ പാക്കേജാണ് വരുന്നത്. അതായത് ബേസിക് പാക്കേജും കാര്യങ്ങളും ഒന്നുമല്ല, മലയാളത്തിലെ ചാനൽ മാത്രം, മലയാളികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഓഫറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇനി അതിൻ്റെ അടുത്ത ഓഫർ നോക്കാം. അതായത് 30 ദിവസം കട്ടായ കസ്റ്റമേഴ്സിന് ഇനി ഉള്ളത് 30 ദിവസം കട്ടായ കസ്റ്റമേഴ്സിനുള്ള ഓഫറാണ്. അതായത് 6 മാസത്തേക്ക് 349 ഓഫറുണ്ട്. അതുപോലെ തന്നെ 30 ദിവസം കട്ടായ കസ്റ്റമേഴ്സിന് ഒരു വർഷത്തേക്ക് 669 ഓഫറും ഇപ്പോൾ നിലവിലുണ്ട്. അതായത് 30 ദിവസം കട്ടായ കസ്റ്റമർ, ഒരു മാസം റീചാർജ് ചെയ്യാതെ ഇരിക്കുന്ന കസ്റ്റമേഴ്സിന് മാത്രമായിട്ടാണ് ഈ ഓഫർ ലഭ്യമായിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ തന്നെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഓഫറും വന്നിട്ടുണ്ട്. അതായത് ബേസിക് ഫ്രീഡം പാക്കാണ് പറയുന്നത്. അതായത് അതും 30 ദിവസം കട്ടായ കസ്റ്റമേഴ്സിനാണ്. 3 മാസത്തേക്ക് 540 രൂപയും 6 മാസത്തേക്ക് 999 രൂപയാണ് വരുന്നത്. അപ്പം ഈ ഓഫർ എന്ന് പറഞ്ഞാൽ ഇതിൽ ബേസിക് ഫ്രീഡം പാക്ക് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള എല്ലാ മലയാളം ചാനലും കിട്ടും. അതുപോലെ തന്നെ സ്റ്റാർ സ്പോർട്സ് 80 പറഞ്ഞ ചാനലും KTV എന്ന ചാനലും ലഭ്യമാകുന്നു എന്നാണ് കസ്റ്റമർ കെയറിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് റീചാർജ് ചെയ്ത കസ്റ്റമേഴ്സിന് ഈ ബേസിക്കിലുള്ള 5 ചാനലുകൾ ഇതിലും ലഭ്യമാകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഈ 540 990 എന്നുള്ള പാക്കേജിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും അറിഞ്ഞിട്ടില്ല. അതായത് ഫുള്ള് ചാനൽ കിട്ടുമെന്നാണ് സൺ ഡയറക്റ്റിൽ നിന്നും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ റീചാർജ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് സെയിം പാക്കേജ് തന്നെ, അതായത് 277, 349, 669 എന്നുള്ള ഓഫറിൻ്റെ അതേ സെയിം പാക്കേജ് ചാനലുകളാണ് ലഭ്യമാകുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പാക്കേജിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നില്ല. എന്തായാലും ഈ ലിസ്റ്റിലുള്ള മൊത്തം ചാനലും 5 ചാനൽ വെച്ച് ബാക്കി എല്ലാ ചാനലും കിട്ടും എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ റീചാർജ് ചെയ്യാൻ പോകുന്നവരായി ഒരു ദിവസം കട്ടായ കസ്റ്റമേഴ്സ് 277 രൂപ 3 മാസം, അതുപോലെ തന്നെ 527 6 മാസം, പിന്നെ 30 ദിവസത്തിന് കൂടുതൽ കട്ടായ കസ്റ്റമേഴ്സിന് 349 6 മാസവും, ഒരു വർഷത്തേക്ക് 669 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ചാനൽ റീചാർജ് ചെയ്തിട്ട് ഇതിൽ ഏതൊക്കെ ചാനൽ ലഭ്യമാകുന്നുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ പാക്കേജ് റീചാർജ് ചെയ്തിട്ട് ഏതൊക്കെ ചാനലാണ് കിട്ടാത്തത്, ഏത് ചാനലാണ് കിട്ടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മലയാളത്തിലെ ചാനലുകൾ നോക്കാം. ഇപ്പം സൂര്യ മൂവീസാണ് വെച്ചത്. അപ്പോൾ സൂര്യ മൂവീസ് വർക്കാകുന്നുണ്ട്. ഏഷ്യാനെറ്റാണ്, ഏഷ്യാനെറ്റ് ചാനൽ വെച്ചിട്ടുണ്ട്, അതും വർക്കാകുന്നുണ്ട്. സൂര്യ TV ആണ്, സൂര്യ TVയും വർക്കാകുന്നുണ്ട്. അടുത്തത് മയിൽ മനോരമയാണ്, മയിൽ മനോരമ വർക്കാകുന്നുണ്ട്. സ്പെഷ്യൽ ഓഫർ റീചാർജ് ഏതൊക്കെ ചാനൽ കിട്ടാത്തത് എന്നാണ് നോക്കുന്നത്. കിട്ടുന്നത് ഏതൊക്കെയാണെന്ന് നോക്കുന്നത്. സൂര്യ കോമഡി വെച്ചു, അപ്പോൾ അതും ലഭ്യമാകുന്നുണ്ട്. അടുത്തത് ഫ്ലവേഴ്സ് ആണ്. ഫ്ലവേഴ്സ് TV ഇതിൽ ലഭ്യമല്ല ഈ പാക്കേജിൽ. അടുത്തതായിട്ട് സി കേരളമാണ്. സി കേരളം ഇതിൽ ലഭ്യമല്ല. സി കേരളത്തിൻ്റെ ചാനൽ വെക്കുമ്പോൾ ചാനൽ നോ സിഗ്നൽ കാണിക്കുന്നത്. ഒന്നും കൂടി നോക്കാം. സിഗ്നൽ ഉണ്ട്, പക്ഷേ അത് സിഗ്നൽ കട്ടായി കഴിക്കുകയാണ്. അത് ചാനലിൻ്റെ എന്തോ ഇഷ്യൂ ആണ്, ഡിഷിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അത് വന്നു പോവുകയാണ്, സിഗ്നലിൻ്റെ പ്രശ്നമാണ്. അടുത്തതായിട്ട് ഏഷ്യാനെറ്റ് പ്ലസ് ആണ്. ഏഷ്യാനെറ്റ് പ്ലസും കിട്ടുന്നില്ല. അടുത്തതായിട്ട് കൈരളി TV ആണ്. കൈരളി TV കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് കൈരളി വി ചാനലാണ്. വി ചാനൽ കിട്ടുന്നുണ്ട്. ഇത് മലയാളം നാപ്റ്റോൾ ചാനലാണ്. നാപ്റ്റോൾ ചാനലിലും ലഭ്യമാകുന്നുണ്ട്. അടുത്തത് അമൃത TV ആണ്. അമൃത TVയും ലഭിക്കുന്നുണ്ട്. അടുത്തത് DD മലയാളമാണ്.
DD മലയാളം ലഭിക്കുന്നുണ്ട്. അടുത്തത് കേരള വിഷനാണ്. കേരള വിഷൻ ലഭിക്കുന്നുണ്ട്. അടുത്തത് ജയ്ഹിന്ദാണ്. ജയ്ഹിന്ദും കിട്ടുന്നുണ്ട്. മലയാളം സിനിമ ക്ലബ്ബാണ്. സിനിമ ക്ലബ്ബ് കിട്ടുന്നുണ്ട്. സിനിമ ക്ലബ്ബും കിട്ടുന്നുണ്ട്. അടുത്ത ഏഷ്യാനെറ്റ് മൂവിയാണ്. ഏഷ്യാനെറ്റ് മൂവി ഇവിടെ ലഭിക്കുന്നില്ല. ഞാൻ അഡീഷണലായിട്ട് ചാർജ് ചെയ്തിട്ടാണ് ചെയ്ത പാക്കേജാണ്, അതുകൊണ്ടാണ് ലഭിക്കുന്നത്. ഏഷ്യാനെറ്റ് മൂവി ഈ പാക്കേജിൽ ഉണ്ടാകുന്നതല്ല, അത് അഡീഷണലായിട്ട് റീചാർജ് ചെയ്യണം. ഇവിടെ ചാർജ് ചെയ്തത് കൊണ്ടാണ് അത് അങ്ങനെ കാണിക്കുന്നത്. അടുത്തത് സൂര്യ മൂവീസാണ്. സൂര്യ മൂവീസ് ലഭിക്കുന്നുണ്ട്. അടുത്തത് ന്യൂസ് 18 ആണ്. ന്യൂസ് 18 കേരള കിട്ടുന്നില്ല. ന്യൂസ് 18 കേരള ലഭ്യമാകുന്നില്ല. അടുത്തതായിട്ട് ഏഷ്യാനെറ്റ് ന്യൂസാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് ഇവിടെ ലഭ്യമാകുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെയാണ് കിട്ടുന്നത്. അതായത് HD ബോക്സ് ആണ്. അത് സാധാ 32 ഇഞ്ച് TV കാണുന്നത്. അടുത്തത് മാതൃഭൂമി ന്യൂസാണ്. മാതൃഭൂമി ന്യൂസ് ചാനലും കിട്ടുന്നുണ്ട്. മനോരമ കിട്ടുന്നുണ്ട്. കൈരളി ന്യൂസും കിട്ടുന്നുണ്ട്. മീഡിയ വൺ ചാനലും കിട്ടുന്നുണ്ട്. അതായത് ജനം TV ആണ്. ജനം TV ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ജനം TV ഇവിടെ കിട്ടുന്നില്ല. അത് ഡിഷിൻ്റെ പ്രോബ്ലം കൊണ്ടായിരിക്കും. ചിലപ്പം സിഗ്നൽ കിട്ടാത്ത ഇഷ്യൂ കൊണ്ടാണ് ഇവിടെ നോ സിഗ്നലാണ് കാണിക്കുന്നത്. 48-32 ആണ്. ഡിഷിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് കാണിക്കുന്നത്. സിഗ്നൽ വന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ജനം TV എന്തായാലും ഈ പാക്കേജിൽ ലഭ്യമായിട്ടുണ്ട്. അടുത്തതായി 24 ന്യൂസാണ്. 24 ന്യൂസും ഈ പാക്കേജിൽ ലഭ്യമായിട്ടുണ്ട്. നല്ല ക്ലാരിറ്റിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ റിപ്പോർട്ട് ടിവിയും ലഭ്യമായിട്ടുണ്ട്. അടുത്തത് വിക്ടേഴ്സിൻ്റെ ചാനലാണ്. അതും ലഭ്യമായിട്ടുണ്ട്. അത് സഫാരി ചാനലാണ്. ലാസ്റ്റായിട്ടുള്ള സഫാരി ചാനലും ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പം ഇത്രയും ചാനലാണ് ഇതിൽ ലഭ്യമാകുന്നുണ്ട്. ഒന്നുകൂടി നമുക്ക് നോക്കാം ഏതൊക്കെ ചാനലാണ് കിട്ടാത്തത്, ഏതൊക്കെ ചാനലാണ് കിട്ടുന്നതെന്ന്. ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് കിട്ടാത്ത ചാനൽ ഒന്നും കൂടി നോക്കാം. ന്യൂസ് 18 ഈ പാക്കേജിൽ ലഭ്യമാകുന്നതല്ല. അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് മൂവീസാണ്. മൂവീസ് ഞാൻ ആഡ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ ലഭ്യമാകുന്നത്. ഏഷ്യാനെറ്റ് മൂവീസ് ഈ ചാനലിൽ ഉണ്ടാകുന്നതല്ല. അഡീഷണലായിട്ട് ചാനൽ റീചാർജ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്തതായിട്ട് ഏഷ്യാനെറ്റ് പ്ലസും ലഭ്യമാകുന്നതല്ല. അപ്പോൾ ഏഷ്യാനെറ്റ് പ്ലസ് ലഭ്യമാകുന്നത്. അടുത്തതായിട്ട് സി കേരളം ലഭ്യമാകുന്നതല്ല. സി കേരളം കിട്ടുന്നില്ല. അടുത്തതായിട്ട് ഫ്ലവേഴ്സും ഇതിൽ ഈ പാക്കേജിൽ ലഭ്യമല്ല. അതും അഡീഷണലായിട്ട് ചാർജ് ചെയ്ത് റീചാർജ് ചെയ്യണം. അപ്പോൾ ഇത്രയും ചാനലുകളാണ് ഇതിൽ ലഭ്യമാകാത്ത ചാനലുകൾ. അപ്പോൾ ഒന്നും കൂടി നോക്കാം. ഫ്ലവേഴ്സ്, സി കേരളം, ഏഷ്യാനെറ്റ് പ്ലസ്, പിന്നെ ഏഷ്യാനെറ്റ് മൂവീസ്, പിന്നെ വരുന്നത് ന്യൂസ് 18 ആണ്. അപ്പോൾ ഇത്രയും ചാനലുകളാണ്, ഈ 5 ചാനലുകളാണ് ഈ സ്പെഷ്യൽ ഓഫറായ പാക്കേജ് റീചാർജ് ചെയ്യുമ്പോൾ, അതായത് മലയാളത്തിലുള്ള സ്പെഷ്യൽ ഓഫേഴ്സ് മാത്രം റീചാർജ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനായിട്ട് ഇത്രയും ചാനലുകളാണ് 5 ചാനലുകൾ ഇല്ലാത്തത് മലയാളത്തിൽ. ബാക്കി എല്ലാ ചാനലുകളും തന്നെ ലഭ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ മനോരമയുടെ HD ചാനലും ഇതിൽ ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചാനലുകളാണ് ഈ സ്പെഷ്യൽ ഓഫറുകൾ റീചാർജ് ചെയ്യുമ്പോൾ ലഭ്യമാകുന്നത്. ഇനി വേണ്ട ചാനലുകളും കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണലായിട്ട് റീചാർജ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ 32 ഇഞ്ച് TV റീചാർജ് ചെയ്തപ്പോഴാണ് കാണിക്കുന്നത്. അത് നോർമൽ പാക്കേജാണ് ഇത് ശരിക്കും വരുന്ന പാക്കേജ്. അപ്പം ഈ TV റീചാർജ് ചെയ്യുമ്പോൾ ഇത്രയും ക്ലാരിറ്റിയിൽ കാണിക്കുന്നുണ്ട്. അപ്പം HD ബോക്സ് ഉള്ളവർക്കും ഈ പാക്കേജ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ സൺഡയറക്റ്റ് HDയുടെ ബോക്സിലാണ് ഈ പാക്കേജ് റീചാർജ് ചെയ്ത് കാണുന്നത്. അപ്പം ഏതൊക്കെ ചാനലാണ് കിട്ടാത്തത്, ഏതൊക്കെ ചാനലാണ് ഉള്ളത് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്.